ഹായ്, ഇന്ന് കണ്ണേട്ടന് ലീവുള്ളൊരു ദിവസമാണേ. അപ്പോൾ വിചാരിച്ചു ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന്. ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാമെന്ന് വിചാരിച്ചു. മഴയുടെ നല്ല കോളുണ്ട്, പെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചു, മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തകർത്ത് പെയ്യുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇന്ന് കണ്ണേട്ടൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുകയാണ് കേട്ടോ. പിന്നെ തൃക്കാർത്തികയാണ്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും ഉണ്ട്. അപ്പോഴേക്കും കണ്ണേട്ടൻ കുളിച്ച് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത്. നമ്മുടെ കുടുംബക്ഷേത്രമാണ് ശ്രീ മഹാദേവർ ക്ഷേത്രം. കറുത്ത ഷർട്ടും അതുപോലെ ഏകദേശം കറുപ്പ് വരുന്ന മുണ്ടും എടുത്തുകൊണ്ട് പോയത്. കണ്ണേട്ടൻ ഇറങ്ങിയ സമയത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, കുട എടുക്കണോ, മഴ പെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വാമിയേ ശരണയ്യപ്പ. കണ്ണേട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കണ്ണേട്ടൻ എന്നോടൊപ്പം കൂടി എനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരക്കി തന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇഞ്ചിയില്ല, അപ്പോൾ ഇഞ്ചി എടുക്കാൻ പോകണം. പുറത്ത് മഴയുണ്ട്. അപ്പോൾ ദോശയൊക്കെ ചുട്ടങ്ങോട്ട് വെച്ചിട്ട് ഇഞ്ചി എടുക്കാമെന്ന് കരുതി. ചമ്മന്തിയൊക്കെ അരച്ച് ദോശയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹാളിലിരുന്ന് വന്ന് കഴിച്ച്. എന്നും ഹാളിലിരുന്നാണ് കഴിക്കുന്നത്. ഇതുപോലെ തറയിലിരുന്ന് വേണം കഴിക്കാനെന്ന് അമ്മ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഒരു കംഫർട്ടാണ് തറയിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്നത്. കാപ്പിക്കുടി കഴിഞ്ഞ് പിന്നെ അരി അടപ്പിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീയൊക്കെ കൂട്ടി അരി ഇടാനുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ അരി കഴുകി ഇട്ടു കേട്ടോ. പിന്നെ ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. കാർത്തിക ആയതുകൊണ്ട് വിളക്കൊക്കെ ഒന്ന് ഒരുക്കണം. പിന്നെന്താ, പുഴുക്കൊക്കെ ഒന്ന് റെഡിയാക്കണം. മൂന്ന് ദിവസം മുന്നേ കണ്ണേട്ടൻ കുറച്ച് മഞ്ചിറാത്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കാർത്തികയ്ക്ക് പുഴുക്കുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനും കണ്ണേട്ടനും കൂടി പറമ്പിലോട്ട് പോയി. പിന്നെ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. വൈകുന്നേരത്തേക്ക് എല്ലാം റെഡിയാക്കാമെന്ന് കരുതി. ഊണൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ അതിൻ്റെ വേരുമൊക്കെ എടുത്ത് മാറ്റി, വള്ളിയൊക്കെ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. അതിനിടയിൽ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ പോയി കുറച്ച് സാമ്പാറും ഒക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു അമ്മയുടെ വീട്ടിൽ പോയി. പിന്നെ തൈരും തോരനും ചമ്മന്തിയും സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ എന്തോ ഒരു ബോറടി തോന്നി. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കണ്ണേട്ടൻ അവിടെ എന്തോ ഫോണിൽ എന്തോ ചെയ്യുമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ താഴെ കുടുംബ വീട്ടിലോട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ വിളക്ക് കത്തിക്കാനൊക്കെ ഉള്ള പൂവൊക്കെ പറിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ ബന്ധത്തിലൊരു അമ്മ അവിടെ വന്നു. അപ്പോൾ അമ്മ എനിക്ക് ഗോതമ്പ് വെച്ച് അടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. അച്ഛൻ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കൊച്ചേ ചായ ഇടാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും എനിക്കും ചായയൊക്കെ ഇട്ടു. ഞാൻ ചായ എടുത്തുകൊണ്ട് നേരെ സിറ്റ് ഔട്ടിൽ പോയി കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിച്ചു കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തെ കാർത്തിക പുഴുക്കിനുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ചില്ലല്ലോ എന്ന്. പിന്നെ നേരെ മേലത്തെ വീട്ടിൽ പോയി അതെല്ലാം റെഡിയാക്കി വെച്ച് കേട്ടോ. പിന്നെ വേഗം പോയി കുളിച്ച് വൃത്തിയായി വിളക്കൊക്കെ ഒരുക്കി. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു, കാർത്തിക ദീപമൊക്കെ കൊളുത്തി, കുറച്ച് നേരം നാമമൊക്കെ ജപിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഐശ്വര്യപൂർണ്ണമായ ഒരു കാർത്തിക കൂടി കഴിഞ്ഞു പോയി. എല്ലാവരും പുഴുക്കൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.